മധുരമുള്ള ലിവർ ഫ്രൈ കഴിച്ചിട്ടുണ്ടോ? ആടിൻ്റെ ലിവർ മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് കിഡ്നിയുടെ പീസ് ഇതും കൂടെ വരുന്നുണ്ട്. 250-300 ഗ്രാം കണക്കാക്കി ഒരു പോർഷൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സ്വീറ്റായിട്ടുള്ള ഒരു ലിവർ ഫ്രൈ ചെയ്യുന്നത്. നമുക്കിത്തിരി പ്രത്യേകിച്ച് ഇന്ത്യൻസ് മലയാളികൾക്ക് ഇത്തിരി എരിയും പുളിയൊക്കെ ഉണ്ടെങ്കിലേ ലിവറായാലും ബീഫായാലും എന്തായാലും സെറ്റ് ആവത്തുള്ളൂ. ഇങ്ങനൊരു ഓർഡർ വന്നു, ഞാനതങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് വേണ്ടത് കുറച്ച് വളരെ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് മാതളം കായയുടെ ഡിപ്പും അതിൻ്റെ മൊറാസസ് സോസും അതുപോലെ പൈൻ നട്ട്സിൻ്റെ ഗാർണിഷുമാണ്. പിന്നെ ഈ മാതളം കായയുടെ കുരുവിൻ്റെ മാതളം കായയുടെ സീഡും കൂടെ ഗാർണിഷ് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ഈ കണ്ട പോലെ ഒരു പാനിലേക്ക് ആദ്യം നമ്മൾ മീറ്റിനെ മാത്രം കുറച്ച് ഓയിലിൽ സോട്ട് ചെയ്തിഞ്ഞെടുക്കും. ബട്ടറിലാണെങ്കിലും ഗീയിലാണെങ്കിലും കുഴപ്പമില്ല. ഞാനെടുത്തിട്ട് ഒരു ഓയിൽ സോട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. സോട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഓൾറെഡി ആ സ്റ്റോക്കോട് കൂടി വെന്ത് വരും. ശേഷം അതിനകത്ത് അതേ പാനിൽ കഴുകൊന്നും വേണ്ട, അതേ പാനിലെത്തിട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഒഴിച്ചിട്ട് അതിനകത്ത് ചോപ്പ് ചെയ്ത് 2 ഗാർലിക്ക്, ഒരു പോർഷൻ കണക്കാക്കാണ് പറയുന്നത്, ചോപ്പ് ചെയ്ത് 2 ഗാർലിക്ക് ഇട്ടിട്ട് ഒന്ന് ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ സോട്ട് ചെയ്ത് വെച്ചിരുന്ന് ഈ ഇറച്ചിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് മെയിനായിട്ടുള്ള സംഭവം നമ്മളീ കണ്ട മൊളാസസ് സോസ്, അതായത് ഡിപ്പ്, അതൊഴിക്കുക. നാരങ്ങയിൽ നിന്നൊഴിക്കുക. ഒരു നുള്ളു ഉപ്പ് മാത്രം, വേറെ ഒരു സാധനം അതിനകത്തില്ല. ഒരു നുള്ളു കുരുമുളക് പൊടി പോലും ഇല്ല. അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം കേട്ടോ. എന്നിട്ട് അതിനെ ആ ഒരു വെള്ളം വറ്റിച്ചൊരു ഡ്രൈ ഫ്രൈ അല്ല, എന്നാൽ ഒരു ചെറിയ ലിക്വിഡായിട്ടൊരു സംഭവം. ഇപ്പോൾ പ്ലേറ്റിൽ നിന്ന് കാണാൻ പറ്റും, കണ്ടോ? അത്രേ ഉള്ളൂ പരിപാടി. എന്നിട്ട് ഈ മൊലാസസിൻ്റെ സോസ് ഒഴിക്കുക, നാരങ്ങ നീര് ഒഴിക്കുക, ഒരു നുള്ളു ഉപ്പിടുക, അത്രേ ഉള്ളൂ. ഇത് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ പ്ലേറ്റിംഗ് ആണ് ഇമ്പോർട്ടൻ്റ്. ഏതൊരു ഫുഡിൻ്റെയും അപ്പിയറൻസ്, സ്മെല്ല്, ടേസ്റ്റ്, അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു വഴി. അങ്ങനെ ഒരു പ്ലേറ്റ് എടുക്കുന്നു, അതിനകത്ത് നമ്മൾ ലെറ്റ്യൂസിൻ്റെ ഇല വയ്ക്കുന്നു. അതിനുശേഷം വെച്ചേക്കുന്ന കാണുന്ന ഇലയെന്ന് പറയുന്നത് ഇവിടുത്തെ കെയിൽ ലീവ്സ് ആണ്. ഒരു ഗാർണിഷിന് വേണ്ടി അതവിടെ വയ്ക്കുന്നു. പിന്നെ ഈ സോട്ട് ചെയ്ത സംഭവം അതിനെ ഈ ഇറച്ചിയെ, അതായത് നമ്മളെ ഈ ലിവറിനെയും വൃക്കയും കൂടെ ചേർത്ത് സെൻറ്ററിൽ വയ്ക്കുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിൽ പൈൻ നട്ട്സ് തൂവി കൊടുക്കുന്നു. പിന്നെന്താ, മൊലാസസിൻ്റെ സോസ് കുറച്ചൊന്ന് ഡിപ്പ് ചെയ്യുന്നു, കുറച്ച് പാഴ്സലി ഇടുന്നു, പിന്നൊരു ഓണിയൻ റിങ്. എൻ്റെ ഇവിടെ തത്തയാണ് കേട്ടോ കിടന്ന് വിളിക്കുന്നത്, ഒരു ആഫ്രിക്കൻ തത്തയുണ്ട്. അങ്ങനെ ഇത്രയുള്ള പരിപാടി. ഇങ്ങനെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കണ്ട ലാസ്റ്റ് നമ്മൾ ആ ഒരു പൊമഗ്രാനറ്റിൻ്റെ ഒരു ഡിപ്പും കൂടെ ഒക്കെ എൻ്റെ മുകളിലിങ്ങനെ ഒഴിച്ച് അന്തസ്സിൻ്റെ അങ്ങോട്ട് കൊടുക്കുക. ഇത് ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയതേ ഉള്ളൂ. നല്ല അടിപ്പൻ മധുരം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ലൈഫിൽ അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ട്രൈ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഈ ഹണി ചിക്കനും സ്വീറ്റ് ആൻഡ് സോർ ചിക്കനും ഗാർലിക് ചിക്കനും കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.